നമസ്കാരം. നടന്ന രസകരമായുള്ള ഒരു ചേട്ടൻ്റെ അനിയനെയും കഥ അറിയണ്ടേ? അതിന് നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. അപ്പോൾ നമുക്ക് ഒരു പണ്ട് പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ഒരച്ഛൻ, ഒരമ്മ, ഒരു ചേട്ടൻ, ഒരു അനിയൻ. ഒരു വലിയ പൈസക്കാരൊന്നുമല്ല, ഒരു ഇടത്തരക്കാർ എന്നുവെച്ചാൽ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ മണ്ണിഷ്ടി വെച്ചിട്ടുള്ള ഉണ്ടാക്കിയ ഒരു വീടും, ചേട്ടന് ജോലിയുണ്ട്, അനിയൻ പഠിക്കുകയാണ്, അപ്പോൾ അമ്മയും അച്ഛനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തരക്കാരൻ വീട്, അങ്ങനെ ഒരു കുടുംബം. നല്ല എല്ലാവരും വലിയ സന്തോഷമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന് അനിയനോട് വലിയ ഇഷ്ടമാണ്, അനിയന് ചേട്ടനോട് ഇഷ്ടമാണ്. രണ്ടുപേർക്കും അച്ഛനമ്മ എന്ന് പറഞ്ഞ ജീവനാണ്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ചേട്ടന് കല്യാണം കഴിച്ചു. ഒരു നല്ലൊരു മദാലസ പോലെയുള്ള നമ്മുടെ പഴയ ഒരു നടിയുണ്ടല്ലോ, പ്രമീള. ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കായാലൊന്ന് കമ്പിയാവും. അങ്ങനെയുള്ള ആ പ്രമീളയുടെ മുഖം, ആ ഒരു മുഖക്കുരും, ആ വികാരം തുളുമ്പി നിൽക്കുന്ന കണ്ണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് കമ്പിയാവും. അന്നങ്ങനെ ഒരുപാട് ആൾക്കാരെ കമ്പിയാക്കിയുള്ള ഒരു നടിയാണ് പ്രമീള. അതേപോലെയാണ്, നല്ല വെളുത്തിട്ടൊന്നല്ല, എന്നാൽ ഒരു ഇരുന്നർത്ഥത്തിലുള്ള നല്ല ഗംഭീര ഒരു ആറ്റം ചരക്കാണ്. നല്ല രസം കാണാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇല്ല. അപ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യനെ കണ്ടപ്പോൾ തന്നെ അനിയന് ഭയങ്കര ഇഷ്ടമായി. അനിയൻ എങ്ങനെയും ഇവളൊന്ന് ഡ്രസ്സ് ഊരി കാണണവരൊക്കെ എങ്ങനെയൊക്കെ ഒരു ഭയങ്കര മോഹങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഈ ചേട്ടത്തിയമ്മേനെ കണ്ട അന്ന് മുതൽ മൂപ്പര് കൈപ്പണി പിടിച്ചു. അത് ചേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കണ്ടപ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു. മൂപ്പർക്ക് അങ്ങനെ മനസ്സിലങ്ങനെ കയറ്റി വെച്ചു. ചേട്ടത്തിനെ ആലോചിച്ച് മൂപ്പര് കൈപ്പണി ചെയ്യുന്ന മൂപ്പര് പണി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ കഴിയുമ്പോൾ ഇപ്പം എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനും ഈ നമ്മുടെ ചേട്ടത്തിയും തമ്മിലുള്ള കളി ഒന്ന് കാണണം, ചേട്ടത്തിനെ ഡ്രസ്സില്ലാണ്ട് ഒന്ന് കാണണം, ഇവരെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനും ചേട്ടത്തെ അറിയാണ്ട് ഇവൻ്റെ ചേട്ടൻ്റെ റൂമിൻ്റെ പുറത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇവനൊരു ഓട്ട ഇട്ടു, ഒരു ഉടി കൊണ്ട് ഒരു ഓട്ട ഇട്ടിട്ട്, അപ്പോൾ ആ ഓട്ട ശരിക്കും ചെന്നാണ് അവർ ബെഡ്റൂമിലേക്ക് അവരെ കട്ടിലിൻ്റെ അവിടേക്ക് എത്തും. എന്നിട്ട് മൂപ്പര് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവർ കളിക്കുന്നത് കണ്ടുകൊണ്ട് മൂപ്പർക്ക് ഇവിടെ കൈപ്പണിയാണ് പണി. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പമുള്ളവൻ ഇപ്പോൾ ഒരു പ്രാവശ്യമൊന്നുമല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, ഇങ്ങനെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമൊക്കെ മൂപ്പര് സ്വയംഭോഗം ചെയ്ത് തുടങ്ങി. ഇത് കണ്ടിട്ട് ഇതുമല്ല മൂപ്പര് ഇങ്ങനെ ക്ഷീണിച്ച് വന്നു തുടങ്ങി. ഇതൊക്കെ ഇങ്ങനെ ദിവസം തന്നെ പണി, ഭക്ഷണമില്ല, ഒന്നുമില്ല, റൂമിൽ നിന്ന് ഇറങ്ങുമില്ല, തന്നെ പരിപാടിയായപ്പോൾ ക്ഷീണിച്ചു വന്നു തുടങ്ങി. അപ്പോൾ അച്ഛനമ്മ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ക്ഷീണിക്കുന്നത്? ചേട്ടനും ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ക്ഷീണിക്കുന്നത്? ഇപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ ഓരോ ദിവസം നീ ഇല്ലാണ്ടായി വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടത്തി അവിടെ നിന്ന് ചെറിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ചു ഞാൻ ചോദിക്കട്ടെ അവനോട്, എന്താ ക്ഷീണിക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇരിക്കുമ്പോൾ തന്നെ, അച്ഛനമ്മ ഇരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചുകൊണ്ട് അവിടെ കുറച്ച് നീക്കി നിർത്തി ചോദിച്ചു, നീ എന്താണ് ക്ഷീണിക്കുന്നത്? അറിയില്ല ചേട്ടത്തി, ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല, ഭക്ഷണം കഴിക്കണമെന്ന് ശരീരത്തിൽ പിടിക്കണില്ല. നിൻ്റെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുന്നത് പിടിക്കണമെങ്കിലേ നിൻ്റെ ഈ കൈ പിടിച്ചുള്ള പ്രയോഗം നീ ഒന്ന് കുറയ്ക്കും. രാത്രി ഉറക്കമില്ല, അതുപോലെ തന്നെ നിനക്ക് ആ ഓട്ടോരെ കൂടെ നോക്കിയിട്ടുള്ള കൈപ്പണിയല്ല നിൻ്റെ. പിന്നെ എങ്ങനെയാണ്ടാ നീ നന്നാവുക? നീ എങ്ങനെയാണ് നിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ പിടിക്കുക? അല്ല ചേട്ടത്തി ഓട്ട കണ്ട, പിന്നെ അല്ലാണ്ട് ഞാൻ ഓട്ട കണ്ടു. നീ കണ്ടോട്ടെ, നീ ചെയ്തോട്ടെ, നീ കൈപ്പണി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല, ഇത്രയും ദിവസം മിണ്ടിയില്ല. അപ്പോൾ ചേട്ടൻ ഇതിനിപ്പോൾ നീ ചടക്കണേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വിളിച്ച് ഞാൻ ചോദിച്ചതാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ആ ഓട്ടം ഇങ്ങനെ അടച്ചേക്ക് കേട്ടാ. അപ്പോൾ ശരി ഏട്ടത്തി, ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവന് ഓട്ടം വന്ന് നോക്കിയിട്ട് ഇവന് അടയ്ക്കാൻ തോന്നണില്ല. അപ്പോൾ അന്ന് അടച്ചില്ല. ചേട്ടത്തി അന്ന് വൈകുന്നേരം നോക്കിയപ്പോൾ ഓട്ടം തുറന്നെടുക്കുന്നതിന്. അപ്പോൾ പിന്നെ ഒരു ദിവസം, പിറ്റേ ദിവസം ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞു, ഞാനേ നമുക്കിപ്പോൾ നിനക്ക് പോരാന്ന് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ കളികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം നിൽക്കാനായിട്ട് ഞാൻ ഒരു ഗുളിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം കളിക്കാം എന്ന് പറഞ്ഞു. വാ, നിങ്ങൾ ഈ പറയണത് മാത്രമേ ഉണ്ടാവുള്ളൂ, വരുമ്പോൾ ഒരു ചുക്കും ഉണ്ടാവില്ല കയ്യിൽ. ഇല്ല, ഇത് ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോയി. അപ്പോൾ അനിയനോട് എന്ന് പറഞ്ഞു, ഇന്ന് നീ ഓട്ടം എന്തായാലും അടച്ചില്ലെങ്കിൽ ഓട്ടം ഞാൻ അടയ്ക്കോട്ടാന്ന് പറഞ്ഞു. ഇന്ന് അടയ്ക്കുന്നുണ്ട് ഏടത്തി, ഞാൻ അടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി നോക്കിയപ്പോൾ ഒരു ഭർത്താവ് തന്നെ നേരായിട്ട് ഓട്ടം അടച്ചല്ലേ. അപ്പോൾ ഇവളെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരമുള്ളു വെച്ചിട്ട് 2-3 കാരമുള്ളു വെച്ചിട്ട് കുത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കടലാസ് വെച്ചിട്ട് ആ ഓട്ടം അടച്ചു. രാത്രിയായിട്ട് ചേട്ടൻ ചേട്ടൻ ഗുളിയും കൊണ്ട് വരണതാണ്. നല്ല കളിയുടെ ഒരു പൊടിപൂരം നടക്കണതാണെന്നുള്ളത് ഇവനും കേട്ടിട്ടുണ്ട്.
ബെഡ്റൂമിൽ എന്തായാലും കുളിയും കൊണ്ട് വരാൻ കുറച്ച് നേരം കളിക്കാൻ കുറേ സമയം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഓടി വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഓട്ട അടഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ആകെ പിരിയ പൊട്ടി. ഇപ്പം കൈ അങ്ങോട്ട് ആ ഓട്ടയിലേക്ക് കടത്തിയിട്ട് ആ കടലാസം അങ്ങോട്ട് പിടിച്ച് വലിച്ചോട് കൂടിയിട്ട് ആ 2 കാരമ്പുള്ളും മൂപ്പര് 2 കൈമിലുണ്ട്. വലതേ കൈമിൽ 3 കുത്തങ്ങോട്ട് കുത്തി. അത് കുത്തിയോടുകൂടി ചോരയുടെ ബഹളം. ഇത് തുറക്കാനും പറ്റിയില്ല. അന്നത്തെ രാത്രി മൂപ്പര് കോട്ടയം കൂടെ ഒന്നും കാണാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് നേരം വെളുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കെട്ടിയിട്ട് ചോരയൊക്കെ തന്ന് നിൽക്കുക. അപ്പോൾ ചേട്ടനൊക്കെ അവിടെ ചോദിച്ചു, എന്താ പറ്റിയത് എൻ്റെ കയ്യിന്? ഒന്നും പറയണ്ട, ഞാൻ അന്ന് കൈ കുത്തി വീണതാ, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കയ്യിന് ഓട്ട വന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏട്ടത്തി പറഞ്ഞു, നീ ഏട്ടത്തി എന്താണ് ഈ ഇത് ചെയ്യാൻ? ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ ഓട്ട അടയ്ക്കാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഓട്ട അടയ്ക്കാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗുളിക കൂടി കൊണ്ടുവരേണ്ട ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ആ ഗുളിക കൂടി കൊണ്ടുവരണ കളികൂടിയും കളഞ്ഞിട്ട് കണ്ടിട്ട് ഞാൻ ഓട്ട അടയ്ക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് നീ ഇനി കൈപ്പണി ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ കാരമുള്ള വെച്ച് അടച്ചത്. ഇനിയിപ്പോൾ നിൻ്റെ വലത് കൈനല്ലേ ഈ 3 കുത്ത് കിട്ടിയത്, നീ ഇനി എങ്ങനെയാണ് ഇനി സ്വയംഭോഗം ചെയ്യുക? നീ എങ്ങനെയാണ് കൈപ്പണി ചെയ്യുക? ഇനി അതെന്തായാലും കൈ നിൻ്റെ അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു. അപ്പം മൂപ്പർക്ക് ആകെ വിഷമായി. അത് കഴിഞ്ഞപ്പോൾ അത് അടയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മൂപ്പരെ കയ്യിനും ബുദ്ധിമുട്ടായി. അതൊക്കെ കൂടിയിട്ട് ആകെ സങ്കടമായിട്ട് മൂപ്പരിയ്ക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചേട്ടൻ പോകുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, ഈ ഭാര്യയോട് പറഞ്ഞു, അതെ ഇന്ന് ഞാൻ വരില്ല, എനിക്കിന്ന് കമ്പനിയുടെ കാര്യമായിട്ട് ഇന്ന് വേറെ വഴിക്ക് പോകണം, എന്തായാലും വൈകും, അപ്പോൾ വൈകുമ്പോൾ വണ്ടി കിട്ടില്ല, അപ്പോൾ ഇന്ന് ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ ഇന്ന് കഴിയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു വലിയ സന്തോഷമായി. ചേട്ടത്തി വെച്ചിട്ടുണ്ടെങ്കിലോ സ്ഥലം കിട്ടുമ്പോഴൊക്കെ കുനിഞ്ഞ് നിന്ന് മിറ്റടിക്കുക, നാളേരങ്ങ് ചെല്ലുക, അതിനൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഈ മുല കാണിച്ചു കൊണ്ടാണ് ഇവർ കാണിച്ചു കൊടുത്തിട്ടാണ്, ഇവനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ കയ്യിന് സോലിയാണ്ടിരിക്കല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തി വന്നിട്ടെന്ന് പറഞ്ഞു, നിൻ്റെ കയ്യിന് എന്തായാലും കാരമുള്ളു കുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ട വീണ്ടും തുറന്നിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൈ കാട്ട്, ഞാനത് കയ്യിന് ഞാൻ മരുന്ന് വെച്ച് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വെച്ചിട്ട് മൂപ്പർക്ക് കെട്ടി കൊടുത്തു. നിൻ്റെ വേദന ഞാൻ ഇന്ന് രാത്രി തീർക്കാട്ടെ, വൈകുന്നേരം ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. രാത്രി ആകുമ്പോൾ ഇങ്ങനെ വേദന തീർക്കുക, ചേട്ടൻ വരില്ല. അപ്പോൾ എനിക്കിന്ന് പരിപാടിക്ക് തരാനാണോ ലഡ്ഡു പൊട്ടി മൂപ്പരാൻ മനസ്സിൽ 1 അല്ല 10 ലഡ്ഡു ഒരുമിച്ചാണ് പൊട്ടിയത്. അത് കഴിഞ്ഞ് രാത്രി അച്ഛനമ്മയൊക്കെ ഉറങ്ങി കഴിഞ്ഞോട് കൂടിയിട്ട് ഇവൻ്റെ റൂമിലേക്ക് ചേട്ടത്തി അമ്മ വരണം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ മാത്രം പോരാ, എനിക്ക് നീയും വേണം. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ കടിയെ ചേട്ടൻ്റെ പോലെ നടക്കട്ടെ, നമുക്കും ഈ ഒന്ന് ആഘോഷിക്കണ്ടേ, നീ ചെറുപ്പമല്ലേ, എനിക്ക് ചെറുപ്പക്കാരെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവനും വലിയ ഇഷ്ടമായി. അങ്ങനെ അടിപൊളിയായിട്ട് ചേട്ടത്തെയും അവനും കൂടിയിട്ട് അങ്ങോട്ട് സൂപ്പറായിട്ട് കളിച്ചു. അവൾക്ക് വലിയ സന്തോഷമായി. എന്തായാലും നമ്മുടെ ഈ ബന്ധം വളരെ രഹസ്യമായിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരന്നത്തെ ബന്ധം അവസാനിപ്പിച്ചത്. അവരാ ബന്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മളറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചേട്ടന്മാരൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അപ്പുറത്ത് വല്ല ഓട്ടയുണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് റൂമൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ കഥ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു.